എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അല്ലേ, വാട്ടർ ബാമ്പു. ഈ ഒരു പ്ലാന്റ് ചെറിയ ഇതേപോലത്തെ ഒരു കട്ടിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് നട്ട് മുളപ്പിച്ച് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം കെയറിങ് ഒന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് സീറോ കോസ്റ്റ്ലി ഒരു പ്ലാന്റ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഈ ഒരു പേര് വരാൻ കാരണമുള്ളത് രൂപസാദൃശ്യം ഒരു മുളയുടെയൊക്കെ ഒരു ബാമ്പുവിൻ്റെ ആ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ പ്ലാന്റിന് ഈ ഒരു പേര് കൂടി വന്നിട്ടുള്ളത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, കാണാൻ നല്ല പച്ച കളറോട് കൂടിയിട്ട് ഏകദേശം ചെറിയ ചെറിയ മുളയെ പോലെ തോന്നിക്കുന്ന ഒരു ചെടിയാണ് ഇത്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് നട്ടെടുക്കാൻ നോക്കുക. ഇതേപോലുള്ള ചെറിയ ചെറിയ പീസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞ പീസുകൾ നട്ടെടുത്താൽ നമുക്ക് പെട്ടെന്ന് മുളച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ണം കൂടിയത് നടുന്ന സമയത്ത് നമുക്ക് അത്ര തന്നെ റിസൾട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ നടുന്ന സമയത്ത് വളരെ വണ്ണം കുറഞ്ഞ നമുക്ക് പിടിക്കില്ല എന്നൊക്കെ തോന്നും, പക്ഷേ അത് നട്ടാലാണ് പെട്ടെന്ന് നമുക്ക് സ്പ്രെഡായിട്ട് ഈ ഒരു പ്ലാന്റ് വരിക. ചെറിയത് നട്ടാൽ തന്നെ പിന്നീട് അതിൽ നല്ല വണ്ണമുള്ള കരുത്തുള്ള പ്ലാന്റുകൾ, ചെറിയ ബേബി പ്ലാന്റുകൾ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെറിയ പ്ലാന്റുകളൊക്കെ ഒന്ന് നട്ട് വളർത്താൻ കൂടി നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെയാണിത് മണ്ണിൽ നമ്മൾ പെട്ടെന്ന് നട്ട് വളർത്തുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഒരു ലൈക്ക് കൂടി തന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറുതായിട്ടുള്ള പീസുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒരു മൊട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നോട് മണ്ണിൻ്റെ അടിയിലേക്കും 2-3 നോട് മണ്ണിൻ്റെ മുകളിലേക്കും വെക്കുക. കട്ട് ചെയ്ത് നമ്മൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിൻ്റെ ഈ ഒരു ഭാഗം തല തിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തല തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ അതിൽ മണ്ണിലേക്ക് ഇറക്കി വെച്ചത് മാത്രമേ മുളച്ചു വരികയുള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഒരു മുളയുടെ ആ ഒരു ഭാഗം പോലെ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊരു പഞ്ഞി പോലെ ഒരു സംഭവം മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ആ ഭാഗം മുകളിലേക്കായിട്ട് നടണം. ആ ഭാഗം തല തിരിച്ച് അടിയിലേക്ക് വന്നാൽ ആ ഒരു കട്ടിങ്സ് മുളക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കുറച്ചധികം ചിലപ്പോൾ 2-3 പീസൊക്കെ ആയിരിക്കും, പക്ഷേ കുത്തുന്ന സമയത്ത് കണ്ടോ, ഇവിടെ കണ്ടോ ചെറിയൊരു തൊപ്പ പോലെ ഇങ്ങനെ സാധാ മുളയിലൊക്കെ ഒരു മഞ്ഞ സംഭവം ഇങ്ങനെ മുകളിലേക്ക് ഇലയുടെ അടിഭാഗത്തായിട്ടുണ്ടാവില്ലേ, അതേപോലെ ഇതിനും കാണുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് നോട് അടിയിലേക്ക് മണ്ണിലേക്ക് കുത്തിയിറക്കി കൊടുക്കേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ് ഉപയോഗിച്ച് വേണം മണ്ണിൽ ആദ്യം ഒരു ഹോള് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് മെല്ലെ അതിലേക്ക് ഇറക്കി വെക്കാൻ, ഇല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. വളരെയധികം നേർത്ത ഒരു കമ്പാണ് ഈ ഒരു വാട്ടർ പാമ്പിന് ഉള്ളത്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് സാധാരണ ഈ ഒരു പുഴയുടെ സൈഡ് ഇല്ല അരുവിയുടെ സൈഡ് അങ്ങനത്തെ ഭാഗത്തൊക്കെ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുറച്ച് കൂടുതൽ ഈ പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. സൺഷെയ്ഡ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തും വളരുന്നുണ്ട് നന്നായിട്ട്, പക്ഷേ കുറച്ചൊരു ചെറിയൊരു തണലൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. നല്ല നല്ല കണ്ടൻറ്റുകളുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. തൽക്കാലത്തേക്ക് വിട ചോദിക്കുന്നു. ബൈ ബൈ.